എൻ്റെ ഒരു വീഡിയോക്ക് താഴെ, അതായത് സെക്ഷൽ അട്രാക്ഷൻ ടുവേർഡ്സ് വുമൺ എന്ന വീഡിയോന് താഴെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു കമന്റ് കാണാനിടയായി. സെക്ഷൽ അട്രാക്ഷനും പ്രണയവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന്, വ്യത്യാസമാണോ? അതിനെക്കുറിച്ച് സെക്ഷൽ അട്രാക്ഷനും പ്രണയവും തമ്മിൽ വ്യത്യാസമുണ്ടോ, അത് ഒന്ന് തന്നെയാണോ എന്ന് പറയാൻ ഒറ്റ വാക്കില് റീപ്ലൈ തരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് വ്യക്തമായ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് കരുതി. അത്തരമൊരു വീഡിയോ ആണ്, അതേക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായും സെക്ഷൽ അട്രാക്ഷനും പ്രണയവും വ്യത്യാസമുണ്ട്. സെക്ഷൽ അട്രാക്ഷൻ അല്ല പ്രണയം, എന്നാൽ പ്രണയമല്ല സെക്ഷൽ അട്രാക്ഷൻ. രണ്ടും വ്യത്യാസമുണ്ട്. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ സെക്ഷൽ അട്രാക്ഷൻ, അതായത് ലൈംഗിക ആകർഷണവും പ്രണയവും തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അത് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തന രീതികളും മൂലകാരണങ്ങളും അതിനുണ്ട്. എന്താണ് പ്രണയം? എന്താണ് സെക്ഷൽ അട്രാക്ഷൻ, അതായത് ലൈംഗിക ആകർഷണം? ഇവ തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട്, എന്തെല്ലാം കണക്ഷൻ ഉണ്ട് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. പ്രണയം എന്നത് രണ്ട് വ്യക്തികൾക്കിടയിലുള്ള, രണ്ട് വ്യക്തികളുടെ മനസ്സും ഹൃദയവും തമ്മിലുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു ബന്ധമാണ്. എന്നാൽ സെക്ഷൽ അട്രാക്ഷൻ അങ്ങനെയല്ല. സെക്ഷൽ അട്രാക്ഷൻ ശാരീരികമായിട്ടുള്ള, ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ് സെക്ഷൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ സെക്ഷൽ അട്രാക്ഷനും പ്രണയവും മനുഷ്യബന്ധത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രണയത്തെക്കുറിച്ചും സെക്ഷൽ അട്രാക്ഷനെ കുറിച്ചുമൊക്കെ ധാരാളം ഗവേഷണ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. റോബർട്ട് സ്റ്റെർൻബെർഗിന്റെ ആംഗിൾ തിയറി ഓഫ് ലവ്, ബോൾബിയുടെ അറ്റാച്ച്മെന്റ് തിയറി, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക്കൽ തിയറി ഓഫ് സെക്ഷുവാലിറ്റി, BF സ്കിന്നറുടെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തിയറി ഓഫ് സെക്ഷുവാലിറ്റി, എബ്രഹാം മാസ്ലോയുടെ സെക്സ് ആസ് എ ഹ്യൂമൻ ബേസിക് നീഡ്സ്, ജോൺ അലൻ ലീയുടെ ലവ് സ്റ്റൈൽ തിയറി, ഹെലൻ ഫിഷറുടെ ലവ് ആസ് എ ബയോളജിക്കൽ സിസ്റ്റം. പ്രണയം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ ഹൃദയവും മനസ്സും തമ്മിലുള്ള ഒരു ആക്സെപ്റ്റൻസ് ആണ്, ഒരു അംഗീകരിക്കലാണ്. അതിന് ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്. എന്നാൽ സെക്ഷൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള ഒരു ആകർഷണം മാത്രമാണ്. അതൊരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ്. അവിടെ ഒരു ബോണ്ടിങ് ഉണ്ടാവുന്നില്ല. സെക്ഷൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആവേശവും ലിംഗ ഹോർമോണുകൾ സൃഷ്ടിക്കുന്ന ഒരു ആകർഷണവും ആണ്. അവിടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ മാത്രമാണ്. മെന്റൽ അട്രാക്ഷൻ അഥവാ ഇമോഷണൽ അട്രാക്ഷൻ ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. സെക്ഷൽ അട്രാക്ഷൻ താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഒരു ഫിസിക്കൽ റിയാക്ഷൻ മാത്രമാണ്. ഉദാഹരണമായിട്ട് പ്രണയത്തില് രണ്ടുപേർ തമ്മിൽ കാണുമ്പോൾ അവർ ദിവസവും കാണുവാനും സംസാരിക്കുവാനും ആഗ്രഹിക്കുന്നു. എന്നാൽ സെക്ഷൽ അട്രാക്ഷനിൽ അവരെ കാണുമ്പോഴുള്ള സെക്ഷൽ അർജ് ഉണ്ടാകുന്നു. രണ്ട്, പ്രണയത്തിൽ സ്ഥിരതയുണ്ട്. അത് ഓരോ ദിവസം കൂടുന്തോറും അത് ഡീപ്പായിക്കൊണ്ടിരിക്കും. അതിൽ കയറും ട്രസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കും. എന്നാൽ സെക്ഷൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് അത് താൽക്കാലികമായിട്ടുള്ളതാണ്. സെക്ഷൽ അട്രാക്ഷനിൽ അവരുടെ സെക്ഷൽ അർജ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ അത് താനെ പോകും. പിന്നീട് ആ ഒരു അട്രാക്ഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഫിസിക്കൽ അട്രാക്ഷൻ കുറയുമ്പോൾ സെക്ഷൽ അട്രാക്ഷനും കുറഞ്ഞു പോകും. എന്നാൽ പ്രണയം അങ്ങനെയല്ല. അത് ഓരോ ദിവസം കൂടുന്തോറും അത് ഡീപ്പായിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ എല്ലാ പ്രണയവും എല്ലാ സെക്ഷൽ അട്രാക്ഷനും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പ്രണയത്തിൽ കമ്മിറ്റ്മെന്റ്, സപ്പോർട്ട്, റെസ്പോൺസിബിലിറ്റി ഇവയൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ സെക്ഷൽ അട്രാക്ഷനിൽ പ്ലഷർ മാത്രമാണ് ഉണ്ടാകുന്നത്.
അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല, ഒരു കെയറോ ട്രസ്റ്റോ ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. സെക്ഷൽ അട്രാക്ഷൻ ശരീരത്തിന് കിട്ടുന്ന ഒരു സന്തോഷം മാത്രമാണ്. അത് ഹെൽത്തി ആയിരിക്കുമ്പോൾ, ആരോഗ്യകരമായിരിക്കുമ്പോൾ, പാർട്ട്നേഴ്സ് ആരോഗ്യകരമായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാനും ഫീമെയിലും ആരോഗ്യകരമായിരിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാവുന്നത്. അല്ലാത്ത അവസ്ഥയിൽ ചിലപ്പോൾ സെക്ഷൽ അട്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ലവ് ഇൻവോൾവ്സ് എംപതി, സെക്ഷൽ അട്രാക്ഷൻ ഇൻവോൾവ്സ് ഫാന്റസി. പ്രണയത്തിൽ ഒരാളെ എംപതിയോടെ കാണുവാനും അയാളുടെ ഫീലിങ്സും ഇമോഷൻസും മനസ്സിലാക്കുവാനും അവരുടെ സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ പ്രണയത്തിന് സാധിക്കുന്നുണ്ട്. എന്നാൽ സെക്ഷൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫാന്റസി മാത്രമാണ്. സെക്ഷൽ അട്രാക്ഷൻ ഒരു വ്യക്തിയെ സെക്ഷൽ ആംഗിളിലൂടെ മാത്രമാണ് കാണുന്നത്. പ്രണയം എന്ന് പറയുന്നത് സ്ലോ ആൻഡ് ഡീപ്പാണ്. സെക്ഷൽ അട്രാക്ഷൻ ക്വിക്ക് ആൻഡ് ഇന്റൻസ്. പ്രണയത്തിൽ വളരെ സാവധാനമാണ് അത് പ്രണയം ഡീപ്പായിട്ട് വരുന്നത്. എന്നാൽ സെക്ഷൽ അട്രാക്ഷൻ വളരെ ക്വിക്കായിട്ട് തന്നെ ഉണ്ടാവും. സെക്ഷൽ അട്രാക്ഷനിൽ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ സെക്ഷൽ ഡിസയേഴ്സും ഉണ്ടാകും. 6. ലവ് ബേസ്ഡ് ഓൺ പേഴ്സണാലിറ്റി, സെക്ഷൽ അട്രാക്ഷൻ ബേസ്ഡ് ഓൺ ബോഡി. പ്രണയത്തിൽ ഒരാളുടെ വാല്യൂസ് ഉണ്ട്, മൈൻഡ് സെറ്റ് ഉണ്ട്, അവരുടെ ക്യാരക്ടർ ഇതൊക്കെയുണ്ട്. എന്നാൽ സെക്ഷൽ അട്രാക്ഷനിൽ ബോഡി ഷേപ്പ്, ഫേസ്, സ്മെല്ല്, വോയിസ്, ഹിപ്പ്, ചെസ്റ്റ് ഇതൊക്കെയാണ് അട്രാക്ട് ചെയ്യുന്നത്. 7. ലവ് ഗീവ്സ് ഇമോഷണൽ സേഫ്റ്റി, സെക്ഷൽ അട്രാക്ഷൻ ഗീവ്സ് എക്സൈറ്റ്മെന്റ്. പ്രണയത്തില് ഇയാളുടെ കൂടെ ഞാൻ സേഫാണ്, ഞാൻ സെക്യൂർ ആണ് എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടായിരിക്കും. എന്നാൽ സെക്ഷൽ അട്രാക്ഷനിൽ അത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല, വെറും എക്സൈറ്റ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ലവ് സർവൈവ്സ് കോൺഫ്ലിക്റ്റ്, സെക്ഷൽ അട്രാക്ഷൻ ബ്രേക്ക് ഈസിലി. പ്രണയത്തിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. എന്നാൽ എത്ര ഫൈറ്റ് നടന്നാലും അവിടെ വീണ്ടും അവര് ഒന്നുചേരും, പ്രണയമുണ്ടായിരിക്കുകയും ചെയ്യും. സെക്ഷൽ അട്രാക്ഷനിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഇറിറ്റേഷൻ ഉണ്ടാവുകയും ബന്ധം പെട്ടെന്ന് നഷ്ടമാകുകയും ഒക്കെ ചെയ്യും. ലവ് സീക്സ് കണക്ഷൻ, സെക്ഷൽ അട്രാക്ഷൻ സീക്സ് കോണ്ടാക്ട്. പ്രണയത്തില് ഇമോഷണൽ കണക്ഷൻസ് ഉണ്ട്. എന്നാൽ സെക്ഷൽ അട്രാക്ഷനിൽ ആ ഇമോഷണൽ കണക്ഷൻസ് ഇല്ല. അവിടെ ഒരു കോണ്ടാക്ട് മാത്രമേ ഉള്ളൂ, ഫിസിക്കൽ കോണ്ടാക്ട് മാത്രമാണ് അവിടെ ഉള്ളത്. പ്രണയത്തില് ഫിസിക്കൽ കോണ്ടാക്റ്റും ഉണ്ട്, ഇമോഷണൽ കണക്ഷൻസും അവിടെ വരുന്നുണ്ട്. 10. ലവ് ക്യാൻ എക്സിസ്റ്റ് വിത്തൌട്ട് സെക്സ്, സെക്ഷൽ അട്രാക്ഷൻ കനോട്ട് എക്സിസ്റ്റ് വിത്തൌട്ട് ഫിസിക്കലി. പ്രണയത്തില് സെക്സ് ഇല്ലാതെയും ആ കണക്ഷൻ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സെക്ഷൽ അട്രാക്ഷനിൽ ഫിസിക്കൽ ഇന്റിമസി, ഫിസിക്കൽ സെക്ഷ്വാലിറ്റി ഇല്ലാതെ അവിടെ ആ കണക്ഷൻ, അവിടെ ആ ബന്ധം നിലനിൽക്കുന്നില്ല, ആ കോണ്ടാക്ട് അവിടെ നിലനിൽക്കുകയില്ല. പ്രണയത്തിൽ ബ്രെയിൻ സർക്യൂട്ട് ഒരു ലോങ് ടേം അറ്റാച്ച്മെന്റ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ലവ് ഹോർമോൺ ആയിട്ടുള്ള ഓക്സിറ്റോസിനും ബോണ്ടിങ് ഹോർമോൺ ആയിട്ടുള്ള സെറട്ടോണിനും ഇതെല്ലാം ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി അവിടെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ സെക്ഷൽ അട്രാക്ഷനിൽ പ്ലഷർ ഹോർമോൺ ആയിട്ടുള്ള ഡോപ്പമിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുന്നില്ല. സെക്ഷൽ അട്രാക്ഷനിൽ ടെസ്റ്റോസ്റ്റെറോണും ഈസ്ട്രജനും ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ ഒരു സ്റ്റിമുലേഷൻ ആണ് അവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയും ഇമോഷണൽ കണക്ഷനും സെക്ഷൽ അട്രാക്ഷനിൽ വരാതെ പോകുന്നുണ്ട്. പ്രണയത്തിൽ നമ്മുടെ ബ്രെയിനിലെ അറ്റാച്ച്മെന്റ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നു. സെക്ഷൽ അട്രാക്ഷനിൽ റിവാർഡ് ആൻഡ് പ്ലസർ സർക്യൂട്ട് ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. പ്രണയത്തിൽ പ്രീഫോണ്ടൽ കോർട്ടക്സ് ആക്റ്റീവ് ആകുന്നത് മൂലം തന്നെ സെറട്ടോണിനും ഓക്സിറ്റോസിനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ കാം ആൻഡ് സേഫ് ആകുന്നു. എന്നാൽ സെക്ഷൽ അട്രാക്ഷനിൽ ഹൈപ്പോതലാമസ് ആണ് ആക്റ്റീവ് ആകുന്നത്. അവിടെ ടെസ്റ്റോസ്റ്റെറോണും ഈസ്ട്രജനും ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടെസ്റ്റോസ്റ്റെറോണും ഡോപ്പമിനും ഈസ്ട്രജനും ഒക്കെയാണ് ആക്റ്റീവ് ആകുന്നു. അവിടെ എക്സൈറ്റ്മെന്റ് ഫീലിങ്സ് ഉണ്ടാവുകയും അറോസൽ ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്.
ഒരു റിലേഷൻഷിപ്പിൽ, അതായത് ദാമ്പത്യ ബന്ധത്തിൽ, കപ്പിൾ റിലേഷൻഷിപ്പിൽ പ്രണയവും സെക്ഷൽ അട്രാക്ഷനും ഒരേപോലെ ഉണ്ടാവുകയാണെങ്കിൽ ബന്ധം വളരെയധികം മനോഹരമായിരിക്കും. എന്നാൽ പല ബന്ധങ്ങളിലും സെക്ഷൽ റിലേഷൻഷിപ്പിനെ പ്രണയമായി തെറ്റിദ്ധരിക്കുമ്പോഴാണ് പലരും പെട്ടുപോകുന്നത്. പ്രണയവും സെക്ഷൽ അട്രാക്ഷനും ഒരു ബന്ധത്തിലെ രണ്ട് വ്യത്യസ്ത ശക്തികളാണ്. എപ്പോഴും യങ്ങർ ഏജിലൊക്കെ സെക്ഷൽ അട്രാക്ഷനെ പ്രണയമായി തെറ്റിദ്ധരിക്കും. ഇപ്പോൾ എന്താണ് പ്രണയമെന്നും എന്താണ് സെക്ഷൽ അട്രാക്ഷൻ എന്നും ശരിക്കും മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടേക്ക് കെയർ.